ഹലോ ഡിയേഴ്സ്, അങ്ങനെ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ബിരിയാണി കഴിക്കാൻ പോവാണ്. ബിരിയാണി കഴിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും വേഗം എന്താ ഈ ഒരു വ്ളോഗിൻ്റെ പ്രത്യേകത ആണ്. കാരണം ഇന്ന് UAE നിൽക്കുന്നവർക്ക് മനസ്സിലാവും, ഇവിടെ ഇന്ന് ഭയങ്കര മഴയാണ്. ചൊവ്വാഴ്ചയാണ് ഇന്ന്, അതായത് 16. ഓക്കെ, അപ്പോൾ ഇന്ന് ഭയങ്കര മഴയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ എഴുന്നേക്കാൻ തന്നെ വൈകി, 11 മണിയായി. രാവിലെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് പോയി നമ്മുടെ കോഴിക്കോട് സ്റ്റാറിലെ ലഗൂൺ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മൾ ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. ആ ഒരു കുഞ്ഞു വ്ളോഗാണ് ഇന്ന് ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിൽ അധികം വെള്ളമൊന്നും കയറിയിട്ടില്ല, പക്ഷേ രാത്രി 1 മണി തൊട്ട് ഭയങ്കര മഴയായിരുന്നു. കുറേ ഏരിയയിലെല്ലാം ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ആ ഒരു വ്യൂ കാണിച്ചു തരാം. കണ്ടോ, ഭയങ്കര മഴ പെയ്ത് ഇപ്പോഴും നല്ല ഇരുണ്ടിരിക്കുന്നുണ്ട്. ഇന്നും നാളെയൊക്കെ ആയി നല്ല മഴ ഉണ്ടാവുന്നതെന്ന് കേട്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് കണ്ടോ, പാർക്കിംഗ് ഒക്കെ നല്ല ക്ലീൻ ആയിരുന്നു. ആ സമയത്ത് അങ്ങോട്ടേക്ക് വെള്ളമൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ 2 ഫാമിലി ഉണ്ട്, നമ്മൾ 2 പേരും അങ്ങനെ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ കുറച്ചായിട്ട് സാധാ മഴ പെയ്യുമ്പോൾ ഉള്ള പോലെ വെള്ളമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് ഇറങ്ങി, റൂമിൽ നിന്ന് ഇറങ്ങി. ഒരു കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റ് ആക്ച്വലി കിസൈസിലാണുള്ളത്. നമ്മുടെ ഫ്രീ സോൺ മെട്രോ സ്റ്റേഷനും അല്ലെങ്കിൽ കിസൈസ് മെട്രോ സ്റ്റേഷനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ആണ് ഈ കോഴിക്കോട് സ്റ്റാർ. എല്ലാവർക്കും ഭയങ്കര ഫെമിലിയറാണ് കോഴിക്കോട് സ്റ്റാർ. അവിടുത്തെ ലഗൂൺ ബിരിയാണി ഭയങ്കര സൂപ്പറാണ്. ആക്ച്വലി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തിന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 1 ഇയർ ഏകദേശമായി ഞാൻ അവിടെ പോയിട്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് ലാസ്റ്റായിട്ട് അവിടുന്ന് ലഗൂൺ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ കോഴിക്കോട് സ്റ്റാർ. കോഴിക്കോട് സ്റ്റാർ ഇപ്പോൾ റിനോവേറ്റ് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എപ്പോൾ പോയാലും അവിടെ ഭയങ്കര തിരക്കാണ്. പക്ഷേ ഇപ്പോൾ അവർ റെനോവേറ്റ് ചെയ്ത് സൂപ്പറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി സ്പേഷ്യസ് ആണ്. നമുക്ക് കഴിക്കാനും ഇരിക്കാനൊക്കെ നല്ല വിശാലമായിട്ടുള്ള ഏരിയ തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ എത്തിയപാടെ അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു ലഗൂൺ ബിരിയാണിയാണ്. അപ്പം നമ്മൾ എത്തിയപാടെ ഫുഡ് അവർ കൊണ്ടുവന്നു, ചോദിച്ചു എന്നാ വേണ്ടതെന്ന്. അപ്പം നമ്മൾ ലഗൂൺ ബിരിയാണി വേണമെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ സദ്യ ഞാൻ എപ്പോഴോ കഴിച്ചിട്ടുണ്ട്, പക്ഷേ അതത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്ന് ലഗൂൺ ബിരിയാണി കഴിച്ചപ്പോൾ എനിക്കൊരു ഡിഫറെൻറ്റ് ടേസ്റ്റായി തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ചിക്കൻ അത്ര ലഗൂൺ എന്ന് പറയുന്നത് ഭയങ്കര ആ സോഫ്റ്റ് ആയിട്ടുള്ള കുഞ്ഞു ചിക്കനല്ലേ. പക്ഷേ എനിക്ക് ഇന്ന് അങ്ങനെ തോന്നിയില്ല, എന്താണെന്നറിയില്ല. ഒരു ടേസ്റ്റ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ഫീൽ ചെയ്തു. കഴിച്ചവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ലഗൂൺ ബിരിയാണി കഴിച്ചു. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണ് ബേബി സീറ്റിലൊക്കെ ഇരുത്തിയതാണ്. പക്ഷെ അവൾ ഇരുന്നില്ല, കുറച്ച് നേരം ഇരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എങ്ങനെയല്ലോ വാരി ഒതുങ്ങി എൻ്റെ പകുതി കഴിച്ച് പെട്ടെന്ന് തന്നെ കൈ കഴുകി വന്ന് കുഞ്ഞിനെടുത്തു. അങ്ങനെ എല്ലാവരും കഴിക്കുകയാണ് ബിരിയാണി. കുഞ്ഞിപ്പെണ്ണും കുറച്ച് ഇച്ചിരി ഞാൻ കൊടുത്തു, കുറച്ച് തിന്നു, പിന്നെ അലമ്പാക്കി തുടങ്ങി. അതുകൊണ്ട് പിന്നെ ഞാനും നിർത്തി, മോളെ എടുത്തു. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ബിരിയാണിയൊക്കെ കഴിച്ച് കഴിയാറായപ്പോഴാണ് ആ സമയത്ത് പുറത്ത് നല്ല മഴ കേട്ടോ. അപ്പം നമ്മൾ കാറെന്ന് പറയുന്നത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പം നമ്മൾ കുറച്ച് നേരം ഇരുന്നു, കാരണം ഈ മഴയത്ത് നമുക്ക് വണ്ടി കയറുന്നത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് മഴ തോരുമോ നോക്കി. പക്ഷേ മഴ തോരുന്ന ഒരു ലക്ഷണം കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ബാഗിലൊരു കുടയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് പോയി വണ്ടിയിൽ കയറി. അങ്ങനെ നമ്മൾ വണ്ടി കുറച്ച് മുന്നോട്ട് എടുത്തപ്പോഴാണ് കണ്ടത്, നമ്മൾ വരുമ്പോൾ ഞാൻ റോഡ് കാണിച്ചു തന്നല്ലോ, കുറച്ച് സ്ഥലത്ത് മാത്രമേ കുറച്ച് വെള്ളം സാധാ മഴ പെയ്താലുള്ള പോലെ വെള്ളമായിരുന്നു. നമ്മൾ തിരിച്ചു പോകുമ്പോൾ എനിക്കൊന്നൊരു 1/2 hour to 1 hourൻ്റെ ഉള്ളിൽ ഈ പെയ്ത മഴയ്ക്ക് ഫുൾ മുങ്ങി എന്ന് പറഞ്ഞാൽ ഫുൾ മുങ്ങി. നമുക്ക് വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റുന്നില്ല. എല്ലാ വണ്ടിയും ഇങ്ങനെ എന്താ പറയുക, മുങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയറിന് മേലെയായിരുന്നു വെള്ളം. ആ സ്ഥിതി നമുക്ക് മെല്ലനെ പോകാനും പറ്റില്ല, ആകെ പേടിച്ചുവിട്ടാ. പക്ഷേ ഫണ്ണി ആയിട്ട് ഏട്ടനെല്ലാം ഭയങ്കര ഫണ്ണി ആയിട്ട് സൂപ്പർ എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പം കുറച്ചും കൂടി വെള്ളം കയറി വന്ന് അതിൻ്റെ സീരിയസ്നെസ് കൂടി. നമ്മൾ എത്തുമെന്ന് വിചാരിച്ചിട്ടില്ല റൂമിലേക്ക്. പകുതി ഇറങ്ങി നടക്കേണ്ടി വരുമോ, എന്താ അവസ്ഥ ഒന്നും ഭയങ്കര പേടിച്ചു എല്ലാവരും. കുഞ്ഞി പിള്ളേരും ഉണ്ടല്ലോ വണ്ടിയിൽ. അങ്ങനെ നമ്മൾ എങ്ങനെയല്ലോ ആണ്. എനിക്കൊന്ന് ആക്ച്വലി കിസൈസിൽ നിന്ന് നമ്മളിപ്പോൾ അൽനാദ 2 ആണ് നിൽക്കുന്നത്. അൽനാദയിലേക്ക് ഒരു 15 മിനിറ്റ് ദൂരം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരു 1 to
1.5 hour എടുത്തിട്ടുണ്ടാവും തോന്നുന്നു. 1.5 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ അതിന് മേലെ എടുത്തോ എനിക്കറിയില്ല. കുറേ നേരം ഇരുന്ന പോലെ ഉണ്ടായി വണ്ടിയിൽ. അങ്ങനെ നമ്മൾ അത്രയും നേരം എടുത്താൽ കണ്ട മഴേൻ്റെ ശക്തി എത്തിയത്. അങ്ങനെ റൂമിലേക്ക് എത്തുമ്പോൾ നമ്മളെ പാർക്കിംഗ് ആണെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിന് പാർക്കിംഗ് ഉണ്ട്. അപ്പം ഫ്ലാറ്റിൻ്റെ പാർക്കിംഗ് എന്ന് പറയുന്നത് റോഡിൽ നിന്നും ഒരു സ്ലോപ്പ് കയറിയിട്ടാണ് നമ്മളെ പാർക്കിംഗ്. അപ്പോൾ നമ്മൾ എന്തായാലും സമാധാനം, പാർക്കിങ്ങിൽ എന്തായാലും വെള്ളമൊന്നും കയറില്ലല്ലോ. പക്ഷേ പാർക്കിങ്ങിൽ എത്തിയപ്പോൾ പാർക്കിങ്ങിലും വെള്ളം കയറിയിട്ട് നല്ലോണം വെള്ളം കയറിയിട്ട് അപ്പം വഷളാവുന്ന പോലെയുണ്ട് സ്ഥിതി. അറിയില്ല ഇനിയിപ്പോൾ ഇന്ന് നൈറ്റും മഴ പെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നൈറ്റ് മഴ പെയ്ത് കഴിഞ്ഞാൽ നാളത്തെ സ്ഥിതി എന്തായിരിക്കും എന്നറിയില്ല. അപ്പോൾ ആകെ മൊത്തം പെട്ടൊരു ബിരിയാണി തീറ്റയായിരുന്നു. പിന്നെ ഈവനിങ് വന്ന് ന്യൂസെല്ലാം കാണുമ്പോൾ അറിഞ്ഞത് അൺവാണ്ടഡ് ആയിട്ട് നമ്മൾ പുറത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടും വുമൻസിനെ കൊണ്ടെല്ലാം പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പോലീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ ഫൈനാണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടു. പക്ഷെ നമ്മൾ പോകുമ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര വലിയ മഴ പെയ്യും, ഇത്ര വലിയൊരു വെള്ളം ഇങ്ങനെ കയറുന്നു എന്ന് ആരും വിചാരിച്ചില്ല. നമ്മൾ ഫുഡ് കഴിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോയത്. അങ്ങനെ ആകെ മൊത്തം പെട്ടുപോയി, നനഞ്ഞ് എല്ലാം കൊണ്ടും കുളമായൊരു ബിരിയാണി തീറ്റയായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.